ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിന്റെ തൊടയിടയ്ക്കിൽ ഒരു ബൾജ് കണ്ടായിരുന്നേ. അടുത്തുള്ള ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരും കാണാത്ത ഭാഗത്തും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സർജറി ചെയ്യേണ്ടതായ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഡോക്ടർ കണ്ട സ്ഥിതിക്ക് സർജറി വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു ഹെർണിയ ആകാനാണ് സാധ്യത. അദ്ദേഹം ഉറപ്പായിട്ട് അത് സ്കാനൊക്കെ ചെയ്ത് നോക്കി കൺഫേം ചെയ്യുമായിരിക്കും. ഈ ഒരു ബൾജിന് വേണ്ടിയല്ല നമ്മൾ ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതൊരു പൊതുവേ പൊതുജനങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബൾജ് മാറും, പക്ഷേ ഹെർണിയ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുത്താം. ഒന്നാമതായിട്ട് കുടലടപ്പ് അല്ലെങ്കിൽ ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാം. ഈ ഇറങ്ങി വരുന്ന കുടലിലേക്ക് അത് ഹെർണിയയ്ക്കുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് മൂലം സ്ട്രാങ്കുലേഷൻ എന്ന് പറയും. അത് ചിലപ്പോൾ ജീവൻ അപകടം ഉണ്ടാക്കിയേക്കാം. ചിലപ്പോൾ ഇറങ്ങി വരുന്ന ഹെർണിയൽ പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കുടലിലേക്ക് രക്തോട്ടം നഷ്ടപ്പെടുന്നത് കൊണ്ട് ആ കുടൽ ചീഞ്ഞു പോകാനും രോഗിയുടെ മരണത്തിന് വരെ സാധ്യതയുണ്ട്. അതുകൂടാതെ രോഗിയുടെ സാധാരണ പ്രവൃത്തികൾ, അതായത് അയാളുടെ ഡേ ടു ഡേ ലൈഫിലും ഉള്ള ജോലികൾ ചെയ്യാനും ഈ ഹെർണിയ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അപ്പം ഒരു ബൾജ് ഇരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ഇത്രയധികം കോംപ്ലിക്കേഷൻസ് തരണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പറേഷൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. അത് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്ത് അത് ഹെർണിയാണെന്ന് ഉറപ്പിച്ച് ഓപ്പറേഷനുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.